अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नु'मिनु बिही व नतवक्कलु अलैहि व नतूबु इलैहि अल्हम्दुलिल्लाहिल्लज़ी अंज़ल अला अब्दिहिल किताब व लम यजअल लहु इवजा अल्हम्दुलिल्लाह अल्लज़ी अरसल रसूलहु बिल हुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून हुवल्लज़ी मुतिम्मु नूरिहि वलौ करिहल काफिरून अस्सलातु वस्सलामु अला मन ला नबिय्य बअदह व सय्यिदिल अव्वलीन वल आखिरीन व खातमुल अंबियाइ वल मुरसलीन व ज़ईमुल मुत्तक़ीन व इमामुल मुस्लिमीन व क़ाइदिल मुअ्मिनीन अल्लज़ी अद्दल अमाना व नसहल उम्मा व बल्लगर रिसाला वजाहद फिल्लाहि हक़्क़ जिहादिही कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम व बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम फिल आलमीन इन्नका हमीदुम मजीद। या अय्युहल्लज़ीना आमनुत्तक़ुल्लाह हक़्क़ तुक़ातिह वला तमूतुन्न इल्ला व अंतुम मुस्लिमून। क़ाल अल्लाहु तआला फ़ी क़ुरआनिहिल करीम वमा मुहम्मदुन इल्ला रसूलुन क़द ख़लत मिन क़ब्लिहिर रुसुल अफ़इन मात औ क़ुतिला इंक़लबतुम अला अअक़ाबिकुम वमन यंक़लिब अला अक़बैहि फ़लन यज़ुर्रल्लाह शैआ वसयजिज़िल्लाहु शाकिरीन। सदक़ल्लाहुल अलियुल अज़ीम। रब्बि इश्रह ली सदरी वयस्सिर ली अम्री वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली। इन उरीदु इल्लल इस्लाह मस्ततअतु वमा तौफ़ीक़ी इल्ला बिल्लाह अलैहि तवक्कलतु व इलैहि उनीब। സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റബീഉൽ അവ്വൽ മാസം. റബീഉൽ അവ്വൽ 12-ാം തീയതിയാണ് ഇന്ന്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ദിവസം. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും 12-നാണ് എന്ന് രേഖപ്പെട്ട് കിടക്കുന്നു. വെള്ളിയാഴ്ച കൂടി ഒത്തുവന്നപ്പോൾ കുറച്ചുകൂടി അനുഗ്രഹീതമായ സുദിനമായിട്ട് അത് മാറിയിട്ടുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പരിശോധിക്കുമ്പോൾ 1.25 ലക്ഷം പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട്.
വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 1.25 ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അതിലേതാണ്ട് 25ഓളം പ്രവാചകന്മാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സവിസ്തരം പറയുന്നുമുണ്ട്. ഈ പ്രവാചകന്മാരെ 2 കാറ്റഗറി ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. മുർസലുകൾ എന്ന ഒരു വിഭാഗം, അംബിയാക്കൾ എന്ന മറ്റൊരു വിഭാഗം. സൂറ ഹജ്ജിലെ ഒരായത്തിൽ അല്ലാഹു ഇപ്രകാരം പറയുന്നു: വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ. അവിടെ റസൂൽ എന്നതും നബി എന്നതും രണ്ടായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വച്ചത്. മുർസലുകൾ, അംബിയാക്കൾ, ഏതാണ്ട് 300 ചിലാനും മുർസലുകൾ വന്നിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. മുർസലുകളും അംബിയാക്കളും തമ്മിൽ എന്താണ് വ്യത്യാസം? വേദഗ്രന്ഥവുമായി വന്നവരാണ് മുർസലുകൾ. ഒരു ശരീഅത്തുമായി വന്നവരാണ് മുർസലുകൾ. മുമ്പ് വന്ന ശരീഅത്തിനെ പിൻപറ്റി വന്ന, എന്നാൽ വേദഗ്രന്ഥം കൊണ്ടുവരാത്തവരാണ് അംബിയാക്കൾ. പണ്ഡിതന്മാർ അതിനെ ആ രൂപത്തിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. 1.25 ലക്ഷം പ്രവാചകന്മാർ എന്തിനു വന്നു എന്ന ഒരു ചോദ്യം, അതിൻ്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ: മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക. ഇന്ന അലൈനാ ലൽ ഹുദ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എൻ്റെ കടമയാണ് മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്നത്. ആ കടമ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു. ഓരോ സന്ദർഭത്തിൽ, ഓരോ കാലഘട്ടത്തിൽ, ആദം നബി അലൈഹിസ്സലാം തൊട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ, അവരൊക്കെ നിർവഹിച്ച ഡ്യൂട്ടി ഒന്നാണ്. അവർക്ക് അല്ലാഹു നൽകിയ ഉത്തരവാദിത്വവും ഒന്നു തന്നെയാണ്: മനുഷ്യ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുക. സ്വന്തമായിട്ട് ഈ സന്മാർഗത്തെ കണ്ടുപിടിക്കാൻ മനുഷ്യർക്ക് സാധ്യമല്ല. അല്ലാഹു ആരാണ്? പരലോകത്തെ സംബന്ധിച്ച്, മരണത്തെ സംബന്ധിച്ച്, മരണശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ച്, യഥാർത്ഥ ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യരെ പഠിപ്പിക്കാൻ, യഥാർത്ഥ ദൈവവുമായി ബന്ധപ്പെട്ട് മനുഷ്യർ അകപ്പെട്ട സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളിൽ നിന്ന് അവരെ കരകയറ്റാൻ, അതിനു വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ അല്ലാഹു അയച്ചത്. ഈ 1.25 ലക്ഷം പ്രവാചകന്മാരെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഈ പ്രവാചകന്മാർക്കിടയിൽ ഒരു വിവേചനവും ഇല്ല, ഒരു വ്യത്യാസവുമില്ല. ആദം നബി അലൈഹിസ്സലാം നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ട പ്രവാചകനാണോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ട പ്രവാചകനാണോ, അത്രയും പ്രിയപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എല്ലാവരും നിർവഹിച്ച ഡ്യൂട്ടി ഒന്ന് തന്നെ. അതുകൊണ്ട് ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, പ്രവാചകന്മാർക്കിടയിൽ ഒരു വിവേചനവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എല്ലാ പ്രവാചകന്മാരെയും ഞങ്ങൾ ഒരുപോലെ കാണുന്നു. അവരൊക്കെ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെയല്ല. ചില പ്രവാചകന്മാർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ ധാരാളമായി കൊടുത്തിട്ടുണ്ട്. ചില പ്രവാചകന്മാർക്ക് അള്ളാഹു കടുത്ത രോഗം കൊടുത്തിട്ടുണ്ട്. ചില പ്രവാചകന്മാർക്ക് അള്ളാഹു അധികാരം കൊടുത്തിട്ടുണ്ട്. പല രൂപത്തിൽ പ്രവാചകന്മാർക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സംഗതിയും അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു: തിൽക റുസുലു ഫളൽനാ ബഅദുഹും അലാ ബഅദ്. ഈ പ്രവാചകന്മാർ, അവർക്കിടയിൽ ചില പ്രവാചകന്മാർക്ക് ചില അനുഗ്രഹങ്ങൾ നാം വർദ്ധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭൗതികമായ അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും പ്രവാചകന്മാർ നിർവഹിച്ച ഡ്യൂട്ടി ഒന്നായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നു. അങ്ങനെ വന്ന പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകന്റെ ജന്മദിനമാണ് റബീഉൽ അവ്വൽ 12-ാം തീയതി. ഇനി എന്തിനാണ് പ്രവാചകന്മാർ? ആ പ്രവാചകന്മാരുമായി നമ്മൾ
നമുക്കുണ്ടായിരിക്കേണ്ട ബന്ധം ഏത് രൂപത്തിലാണ്? അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. വളരെ കൃത്യമാണ് ആയത്ത്. വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ ലിയുതാഅ, അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ, ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി. അപ്പൊ പ്രവാചകന്മാരും നമ്മളും തമ്മിലുള്ള ബന്ധം, പ്രവാചകന്മാരെ ഏത് രൂപത്തിൽ നമ്മൾ കാണണം, അതിന് അള്ളാഹു നൽകുന്ന ഉത്തരമാണ് ലിയുതാഅ, അനുസരിക്കപ്പെടുക. ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി. അഥവാ അള്ളാഹ് പറഞ്ഞു പ്രവാചകന്മാരെ അനുസരിക്കണം, അതുകൊണ്ട് പ്രവാചകന്മാരെ നമ്മൾ അനുസരിക്കുന്നു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ, നമ്മുടെ ബന്ധം, നമ്മൾ ആ പ്രവാചകനെ ഏത് രൂപത്തിൽ സ്വീകരിക്കണമെന്ന ചോദ്യത്തിന്റെ ഉത്തരം ലിയുതാഅ, അദ്ദേഹത്തെ നമ്മൾ അനുസരിക്കണം, അദ്ദേഹത്തെ നമ്മൾ പിൻപറ്റണം. ഇതല്ലാതെ മറ്റൊന്നും വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ വച്ചിട്ടില്ല, നമ്മളായിട്ട് പുതിയതായിട്ടൊന്നും വയ്ക്കേണ്ടതും ഇല്ല. ഇനി പ്രവാചകന്മാർക്ക് ശേഷം ഈ പ്രവാചകന്മാരെ നോക്കി കാണുന്നതിൽ മനുഷ്യ സമൂഹത്തിന് സംഭവിച്ച അപജയമുണ്ട്. ഈ അപജയം എന്തൊക്കെയായിരുന്നു? പ്രവാചകന്മാരെ മനുഷ്യ സമൂഹം ആഘോഷമാക്കി കളഞ്ഞു. ഇത് മനുഷ്യർക്ക് സംഭവിച്ച ഒന്നാമത്തെ അബദ്ധമാണ്. ആഘോഷിക്കപ്പെടുന്ന പ്രവാചകന്മാർ, അനുസരിക്കപ്പെടാത്ത പ്രവാചകന്മാർ. പ്രവാചകന്മാർ ആഘോഷിക്കപ്പെടുന്നു, പക്ഷെ അനുസരിക്കപ്പെടുന്നില്ല. പ്രവാചകന്മാർ പാടി പുകഴ്ത്തപ്പെടുന്നു, പക്ഷെ അനുസരിക്കപ്പെടുന്നില്ല. പ്രവാചകന്മാർ ആദരിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു, പക്ഷെ അനുസരിക്കപ്പെടുന്നില്ല. ഇത് മനുഷ്യ സമൂഹത്തിന് സംഭവിച്ച വലിയ ഒരു അപജയമാണ്. പ്രവാചകന്മാരെ മനസ്സിലാക്കുന്നിടത്ത് സംഭവിച്ച അബദ്ധമാണ്. പ്രവാചകന്മാരെ ആദരിക്കണം, പ്രവാചകന്മാരെ ബഹുമാനിക്കണം, പ്രവാചകന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം, സ്വലാത്ത് വേണം. പക്ഷേ അതിൻ്റെ കൂടെ ലിയുതാഅ, അനുസരണം എന്ന സംഗതി കൂടി വരുമ്പോഴാണ് പ്രവാചക സ്നേഹവും പ്രവാചകനുമായിട്ടുള്ള സത്യവിശ്വാസികളുടെ ബന്ധവും പരിപൂർണമായിട്ട് മാറുക. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വിവാഹ സദസ്സ് സങ്കല്പിക്കുക. ഒരു നിക്കാഹ് നടക്കുകയാണ്. വരനും വധുവിൻ്റെ പിതാവും തമ്മിൽ വിവാഹം അങ്ങനെ നടക്കുന്നു. ആ വിവാഹവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്നു. നിക്കാഹിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു വച്ചിട്ടുണ്ട്. ആ വിവാഹ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരു സ്വലാത്ത് ഉണ്ടാകും. പ്രിയപ്പെട്ട പ്രവാചകന് വേണ്ടി ഒരു സ്വലാത്തൊക്കെ അവിടെ നടന്നു. എല്ലാവരും ആവേശത്തോടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നൊക്കെ വളരെ ബഹുമാനത്തോടെ ആദരവോടെ പ്രവാചകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്, സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ആ ഒരു കർമ്മം അവിടെ അവസാനിക്കുക. പക്ഷേ ആ വിവാഹ കർമ്മത്തിൽ സ്ത്രീധനം ഉണ്ടെങ്കിലോ, ആ വിവാഹത്തിൽ സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്ന ഒരു വരൻ ആണെങ്കിലോ, അവിടെ നടന്നത് പുകഴ്ത്തലുണ്ടായിട്ടുണ്ട്. പ്രവാചകനെ പുകഴ്ത്തി, പക്ഷേ സ്ത്രീധനം എന്ന ഹറാം അവർ മേടിച്ചുകൊണ്ടാണ് ആ പ്രവാചകനെ പുകഴ്ത്തിയത്. അവിടെ അനുസരണം ഉണ്ടായിട്ടില്ല. ഇത്താഅത്തില്ലാത്ത പുകഴ്ത്തൽ. പ്രവാചകരെ വെറുതെ പുകഴ്ത്തിയിട്ട് നമുക്ക് യാതൊന്നും നേടാനില്ല. പ്രവാചകനെ അനുസരിക്കുക. കച്ചവടത്തിൽ തട്ടിപ്പും വഞ്ചനയും കാണിക്കുന്നു, ചതിയും കാണിക്കുന്നു, മറ്റുള്ളവരെ പറ്റിക്കുന്നു. എന്നിട്ട് പ്രവാചകർക്ക് വേണ്ടി എല്ലാ ദുആ എല്ലാം ചെയ്യുന്നു, സ്വലാത്തും നടത്തുന്നു. അവിടെ പുകഴ്ത്തലുണ്ട്, പക്ഷെ എന്തില്ല? അനുസരണമില്ല. കുടുംബജീവിതത്തിൽ കുത്തഴിഞ്ഞ ഇസ്ലാമികമായ ഒരു ദാമ്പത്യ കുടുംബ ജീവിതമല്ല നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എപ്പോഴും തസ്ബീഹ് മാല പിടിച്ചുകൊണ്ട് പ്രവാചകർക്ക് വേണ്ടി 10ഉം 20ഉം 40ഉം ഒക്കെ സ്വലാത്ത് നിർവഹിക്കുന്നു. അവിടെ ഇത്താഅത്തില്ല, മറിച്ച് എന്തുണ്ട്? പുകഴ്ത്തലുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ എവിടെയൊക്കെയാണ് അനുസരിക്കുന്നത്? അള്ളാഹു ഇവിടെ പറഞ്ഞു വെച്ച ആയത്ത് എന്താ? ഞാൻ പ്രവാചകനെ അയച്ചത് ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ, അതിനു വേണ്ടി മാത്രമാണ്, അനുസരിക്കപ്പെടാൻ വേണ്ടി മാത്രം.
അനുസരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ആ പ്രവാചകനെ അനുസരിക്കൂ. നമ്മൾ സഹാബെ കിറാമിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര ത്യാഗം സഹിച്ചുകൊണ്ടാണ് സഹാബിമാർ അനുസരിച്ചത് എന്ന് കാണാൻ കഴിയും. ഒരു കാര്യം കൂടി പറഞ്ഞാൽ, ആഘോഷിക്കാൻ ത്യാഗം ആവശ്യമില്ല, അനുസരിക്കാൻ ത്യാഗം ആവശ്യമുണ്ട്. ആഘോഷിക്കാനും പുകഴ്ത്താനും ഒരു ത്യാഗവും ആവശ്യമില്ല, പക്ഷേ അനുസരിക്കാൻ നമുക്ക് ത്യാഗം ആവശ്യമുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, പ്രവാചകന്മാർക്ക് ശേഷം ആ പ്രവാചകന്മാരെ മനസ്സിലാക്കുന്നിടത്ത് മനുഷ്യ സമൂഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം അല്ലെങ്കിൽ അപജയം എന്ന് പറയുന്നത് പ്രവാചകന്മാർ ആഘോഷിക്കപ്പെടുന്നവരായിട്ട് മാറി എന്നതാണ്. അനുസരിക്കപ്പെടുന്നവരായിട്ട് മാറിയിട്ടില്ല. പ്രവാചകന്മാരെ പാടി പുകഴ്ത്തി എന്നതാണ്. രണ്ടാമതായി, പ്രവാചകന്മാർക്ക് ശേഷം വന്ന തലമുറയിൽ സംഭവിച്ച ഏറ്റവും ഗുരുതരമായ ഒരു അപകടം എന്നത് പ്രവാചകന്മാർ വിഗ്രഹവൽക്കരിക്കപ്പെട്ടു എന്നതാണ്. പ്രവാചകന്മാരെ വിഗ്രഹങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോൾ കഅബാലയത്തിന്റെ അകത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വിഗ്രഹമുണ്ട്. ഏത് പ്രവാചകൻ? വിഗ്രഹങ്ങൾ കണ്ട് മടുത്ത, വിഗ്രഹ ആരാധനയ്ക്കെതിരെ സമരം പ്രഖ്യാപിച്ച, അതിന്റെ പേരിൽ നാടും വീടും വിട്ട് ഓടിപ്പോകേണ്ടി വന്ന, സ്വന്തം പിതാവ് വരെ ആട്ടി ഓടിച്ച ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വിഗ്രഹം കഅബയുടെ അകത്ത്. മക്കയിലെ ബഹുദൈവ ആരാധകർ വന്നിട്ട് ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വിഗ്രഹവും ഇബ്രാഹിം നബിയുടെ ചാര ഇരിപ്പുണ്ട്. അവിടെ എന്താ സംഭവിച്ചത്? കാലം ചെന്നപ്പോ അബ്രഹാം അല്ലെങ്കിൽ ഇബ്രാഹിം നമ്മുടെ പിതാവാണ്, അതുകൊണ്ട് ഇബ്രാഹിം നമ്മുടെ മാതൃകാ പുരുഷനാണ്, ഇബ്രാഹിം മഹത്വമുടയവനാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വിഗ്രഹമുണ്ടാക്കി കഅബാലയത്തിൽ അവർ പ്രതിഷ്ഠിച്ചു. അവർ പൂജയും വഴിപാടും നേർച്ചയും ഒക്കെ ഇബ്രാഹിം നബിക്ക് വേണ്ടിയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ലാത്തയോട് പ്രാർത്ഥിക്കുന്ന പോലെ, ഉസ്സയോട് പ്രാർത്ഥിക്കുന്ന പോലെ ഇബ്രാഹിം നബിയോട് അവർ പ്രാർത്ഥിക്കുന്നു. മക്ക ജയിച്ചടക്കി കഅബ ഷരീഫ് വൃത്തിയാക്കുന്ന വേളയിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പിതാവായ ഇബ്രാഹിം, ആ ഇബ്രാഹിമിന്റെ വിഗ്രഹം എടുത്തിട്ടാണ് ആദ്യം തന്നെ കഅബയെ ശുദ്ധീകരിച്ചത്. ഇനി ഇബ്രാഹിം നബിക്ക് ശേഷം ഒരുപാട് പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കിയ ആരാധനയുണ്ട്. വിഗ്രഹവൽക്കരിച്ചു എന്ന് പറയുമ്പോൾ ഖബറിനെ വിഗ്രഹമാക്കി വെച്ചു. ഈ ചരിത്രബോധമുള്ളത് കൊണ്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസ്നൻ യുഅബദു, അല്ലാഹുവേ എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി നീ മാറ്റരുത്. ഈ ചരിത്രബോധം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. ഇബ്രാഹിം നബിയുടെ വിഗ്രഹത്തെ അവരുണ്ടാക്കി വെച്ചെങ്കിൽ എന്റെയും വിഗ്രഹം പിൻതലമുറയിൽ ഒരു പക്ഷേ നിർമ്മിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് അദ്ദേഹം അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസ്നൻ യുഅബദു, അല്ലാഹുവേ എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി നീ മാറ്റരുതേ. 1400 കൊല്ലങ്ങൾക്ക് ശേഷവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നമുക്കവിടെ ചെല്ലാനും സന്ദർശിക്കാനും സലാം പറയാനും മാത്രമേ ഇപ്പോഴും സാധിക്കൂ. അതല്ലാതെ മറ്റൊന്നിനും അവിടെ സാധ്യമല്ല. എന്തുകൊണ്ട്? ഈ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ്. ലോകാവസാനം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. മറ്റനേകം അമ്പിയാക്കൾ, മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഖബർ കെട്ടിപ്പൊക്കി ആരാധനയുണ്ട്. യഹൂദരുടെ കയ്യിലാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഖബറുള്ളത്. അതേപോലെ യഅഖൂബ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഖബറും ഇസ്രായേൽ യഹൂദ രാഷ്ട്രം, ആ രാഷ്ട്രത്തിന്റെ കൈപ്പിടിയിലാണ്. അത് കെട്ടിപ്പൊക്കി അവർ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പിതാവ് ബനി ഇസ്രായേൽ, അപ്പൊ ഇസ്രായേൽ വംശത്തിന്റെ പിതാവ് എന്ന അർത്ഥത്തിൽ യഅഖൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന യഹൂദരെ കാണാം. ഇനി ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത് നമുക്കറിയാം, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സദസ്സിലേക്ക് വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരവോടെ ബഹുമാനത്തോടെ റസൂലിനെ ഇങ്ങനെ ആദരിച്ചു ബഹുമാനിച്ചു. ഈ കാഴ്ച കണ്ടപ്പോൾ ആ സന്ദർഭത്തെ മനസ്സിലാക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുതുറുനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം,
ആ സന്ദർഭത്തെ ശരിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എന്നെ ആദരിച്ച് ബഹുമാനിച്ച് ഇബ്നു മറിയമിന്റെ മകന് സംഭവിച്ച പോലെ എനിക്ക് സംഭവിക്കരുത്. ആരാണ് മറിയമിന്റെ മകൻ? ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിക്ക് എന്താ സംഭവിച്ച? വിഗ്രഹവൽക്കരിക്കപ്പെട്ടു, ദൈവത്തിന്റെ പുത്രനാക്കി, ദൈവം തന്നെയാക്കി. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് അദ്ദേഹത്തെ ദൈവമായി സങ്കല്പിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എന്നെ നിങ്ങൾ ആക്കിക്കളയരുത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരുടെ ആ വിനയം കണ്ടപ്പോ, സഹാബിമാരുടെ ആ ഒരു ആവേശം കണ്ടപ്പോ, ഇനി ഭാവിയിലെങ്ങാനും എന്നെ ഇതുപോലെ ആക്കിക്കളയുമോ എന്ന് പേടിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന ഉപദേശമാണ്. എന്നിട്ട് അദ്ദേഹം അതിന്റെ ബാക്കി എന്നോണം പറഞ്ഞു, ഞാൻ ആരാണ്? ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാ, നിങ്ങൾ പറയേണ്ടത് അല്ലാഹുവിന്റെ അടിമ അബ്ദുല്ലാ എന്ന് പറഞ്ഞോളൂ. ഇനി കുറച്ചുകൂടി എന്നെ ആദരിക്കണം എന്നുണ്ടെങ്കിൽ റസൂലുഹു എന്നുകൂടി പറഞ്ഞോളൂ, അവന്റെ ദൂതനാണ് എന്നുകൂടി പറഞ്ഞോളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നും പറയരുത്. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. മനുഷ്യരെക്കാൾ പ്രവാചകർക്കുള്ള പ്രത്യേകത അള്ളാഹുവിന്റെ ദൂതൻ, അള്ളാഹുവിന്റെ അടിമ. അതിനപ്പുറത്തേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്നുമല്ല, അവതാരമല്ല, പുണ്യപുരുഷനല്ല, ദൈവികമായ സത്തയോ ഗുണങ്ങളോ ഉള്ളവനല്ല. അദ്ദേഹം ഒരു മനുഷ്യനാണ്. ഉഹുദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു എന്ന വാർത്ത, ഒരു കിംവദന്തി അവിടെ പരക്കുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന രൂപത്തിൽ പ്രഗത്ഭരായ സഹാബിമാരൊക്കെ യുദ്ധം നിർത്തി അവരുടേതായ അലസതയിൽ, മടുപ്പിൽ, ഇരിപ്പിലായി. പിന്നീട് ആ ഉഹുദ് യുദ്ധത്തെ അവലോകനം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു സൂറയാണ് സൂറത്ത് ആലു ഇമ്രാൻ. ആലു ഇമ്രാന്റെ അവസാന ഭാഗത്ത് ഉഹുദ് യുദ്ധത്തിന്റെ നിരൂപണമാണ് നടക്കുന്നത്. ആ നിരൂപണ ചർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനല്ലാതെ മറ്റാരുമല്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന് മുമ്പും ഒരുപാട് ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫഇൻ മാത, അദ്ദേഹം മരിക്കും, ഔ ഖുതില, അല്ലെങ്കിൽ കൊല്ലപ്പെടും, ഇൻ ഖലബതും അലാ അഖാബികും, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണോ? അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇനി ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. ഇത് അല്ലാഹ് പറഞ്ഞു വെച്ച കാര്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും വഫാത്താവുകയാണ്, മരണപ്പെടുകയാണ്. അത് മദീനയെ മൊത്തത്തിൽ കണ്ണീരിലാഴ്ത്തി. കാരണം പ്രവാചകന്റെ വിയോഗം അവർക്ക് താങ്ങാൻ കഴിയില്ല, അത്രമേൽ അവർ സ്നേഹിക്കുന്നു. പ്രവാചകൻ മരണപ്പെട്ടു എന്ന വാർത്ത മദീന മൊത്തം പരക്കുന്നു, എല്ലാവരും കരയുന്നു, എല്ലാവർക്കും സങ്കടമാണ്, ശോകമൂകമായ ഒരു അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈ വാർത്ത കേൾക്കുന്നു, പ്രവാചകൻ മരണപ്പെട്ടു, വഫാത്തായി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ചങ്കുറപ്പിന്റെ പ്രതീകമാണ് ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ ആ ഉമർ വരെ ഈ വാർത്തയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മരണപ്പെടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു, ഊരിപ്പിടിച്ച വാളുമായിട്ട്. എന്റെ പ്രവാചകൻ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ വാളുകൊണ്ട് ഞാൻ കഥ കഴിക്കും എന്നുവരെ അദ്ദേഹം പറഞ്ഞുപോയി. ഈ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മയ്യത്ത് കാണാൻ വേണ്ടി വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മയ്യത്ത് കണ്ടിട്ട് പ്രവാചകന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട്, താങ്കൾ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഈ ദുനിയാവിലും ഈ നാളെ ആഖിറത്തിലും, കാരണം അത്രമേൽ പ്രിയപ്പെട്ടവരാണ് അവർ തമ്മിൽ, ചെറുപ്പം തൊട്ടേ കൂട്ടുകാരാണ്, ആത്മസുഹൃത്തുക്കളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് കണ്ട അന്തരീക്ഷം മറ്റൊന്നാണ്. എല്ലാവരും ആശങ്കപ്പെട്ടിരിക്കുന്നു, ആരും അംഗീകരിക്കുന്നില്ല. പ്രവാചകൻ മരണപ്പെട്ടു, ഇതാരും സമ്മതിക്കുന്നില്ല, ജനം അശാന്തരാണ്. ഈ സന്ദർഭത്തിൽ ഉണർന്ന് പ്രവർത്തിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മിമ്പറിൽ ഇതുപോലെ കയറിയിട്ട് ആ ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഓതിയ ആയത്ത് ഇതാണ്, സൂറത്ത് ആലു ഇമ്രാനിലെ 144-ാമത്തെ ആയത്ത് അദ്ദേഹം പാരായണം ചെയ്തു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് ഒരു ദൈവദൂതൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, ദൂതന്മാർ ഏത് രൂപത്തിലാണ് അതുപോലെ
അദ്ദേഹം കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്യാം. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ, കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളാരും പിന്തിരിഞ്ഞു പോകാൻ ഇത് അംഗീകരിക്കണം. അദ്ദേഹം ദൈവസമാനമല്ല, മരിക്കാത്ത അസ്തിത്വമല്ല. അദ്ദേഹം മരണപ്പെടും. സാധാരണ മനുഷ്യർ മരിക്കുന്ന പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ മടിയിൽ തലവച്ച് കിടന്ന് മരിക്കുന്നു, വഫാത്താകുന്നു. ആ സമയത്ത് പ്രവാചകർ പറയുന്നുണ്ട്, വല്ലാത്ത വേദന ആയിഷ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേക്കുന്നുണ്ട്, ആ സമയത്ത് വെപ്രാളപ്പെടുന്നുണ്ട്, നെറ്റി വിയർക്കുന്നുണ്ട്, കാലുകൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ ഇങ്ങനെ കെട്ടുപിണയുന്നുണ്ട്. റൂഹ് പിരിയുന്ന വേദന സത്യവിശ്വാസികളായ നമുക്ക് എത്രമാത്രമുണ്ടോ അതേ വേദന സഹിച്ചുകൊണ്ട് തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിലേക്ക് യാത്രയായത്. മനുഷ്യർ സഹിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ആ പ്രവാചകരും സഹിച്ചിട്ടുണ്ട്. അങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകും. ഇത് നിങ്ങൾ അംഗീകരിക്കരുത്, യാഥാർത്ഥ്യമാണെന്ന് ആ ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം കൂടി ചേർത്തവിടെ പറയുന്നുണ്ട്. അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, മൻകാന യഅബുദു മുഹമ്മദൻ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ഇബാദത്ത് ചെയ്തിരുന്നത് എങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത, ഇദാ മുഹമ്മദ് മരിച്ചിരിക്കുന്നു. മൻകാന യഅബുദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യ് ലാ യമൂത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. അദ്ദേഹം ചേർത്ത് പറഞ്ഞ കാര്യമാണ്. മുഹമ്മദ് മരിച്ചു, അതുകൊണ്ട് ആരാധിക്കേണ്ടതും അനുസരിക്കേണ്ടതും അടിമപ്പെടേണ്ടതും ആർക്കാണ്? അള്ളാഹുവിനാണ്. അനുസരിക്കേണ്ടത് ആരെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് അദ്ദേഹം. നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കാൻ, നമുക്ക് വഴി കാണിക്കാൻ വെളിച്ചമാണ് അദ്ദേഹം. ആ വെളിച്ചത്തെ പിൻപറ്റിയാൽ നമുക്ക് ഉന്നതമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. ആ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ നമ്മളായിട്ട് ശ്രമിക്കരുത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹത്വവൽക്കരിച്ച് ദൈവ സമാനമാക്കി മാറ്റിയെടുക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങളൊക്കെ പണ്ടും നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷവും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ നമുക്ക് സമ്മാനിച്ചത് വിശുദ്ധ ഖുർആനാണ്. പ്രവാചകൻ നമുക്ക് സമ്മാനിച്ചത് അദ്ദേഹത്തിന്റെ തിരുസുന്നത്താണ്, ജീവിതമാണ്. നബി നമുക്ക് അദ്ദേഹത്തിന്റെ മുടി സമ്മാനിച്ചിട്ടില്ല. ഇതാ എൻ്റെ മുടി, നിങ്ങൾ പിടിച്ചോ, ഈ മുടിയെ നിങ്ങൾ പിൻപറ്റിക്കോ, അദ്ദേഹം പറഞ്ഞിട്ടില്ല. പ്രവാചകൻ നമുക്ക് സമ്മാനിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതമാണ്. അതാണ് സുന്നത്ത്, അതാണ് ഹദീസ്. ഇത് നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, റസൂല് പറഞ്ഞു. ഖുർആനും സുന്നത്തും നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കൂ. എൻ്റെ മുടിയിതാ, എൻ്റെ നഖമിതാ, എൻ്റെ വസ്ത്രമിതാ, എൻ്റെ വിയർപ്പിതാ, റൗള ഷരീഫിലെ പൊടിമണ്ണിതാ, ഇത് കൊണ്ടുപോയിക്കൊള്ളൂ. ഇത് കൊണ്ടുപോയിട്ട് നിങ്ങൾ അതിനെ വച്ചിങ്ങനെ ആരാധിക്കൂ, പൂജിക്കൂ, നിങ്ങൾക്ക് ബറക്കത്ത് കിട്ടുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് പ്രവാചകന്റെ മേൽ കള്ളം പറയലാണ്. റസൂൽ നമുക്ക് സമ്മാനിച്ചത് റസൂലിന്റെ ജീവിതമാണ്. അതുകൊണ്ട് മുടി നമുക്ക് പ്രമാണത്തിൽപ്പെട്ടതല്ല. റസൂലിന്റെ മുടി നമ്മുടെ മുടി പോലെ തന്നെയാണ്. ഒരു ബറക്കത്തുമില്ല പ്രിയമുള്ളവരെ. ബറക്കത്തുണ്ടായിരുന്നെങ്കിൽ സഹാബിമാർ എത്രമാത്രം മുടി ശേഖരിക്കുമായിരുന്നു. ആ മുടിക്ക് വളർച്ചയില്ല പ്രിയമുള്ളവരെ. ഇനി അവിടെ റൗള ഷരീഫിലെ മണ്ണിന് യാതൊരു ബറക്കത്തുമില്ല. ആ പൊടിമണ്ണ് ഇവിടത്തെ പൊടിമണ്ണ് പോലെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര പ്രാവശ്യം പറയുമായിരുന്നു, ബറക്കത്തുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഗ്രഹമാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് എന്ന രൂപത്തിൽ കള്ളം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യരെ വഴിപഴപ്പിക്കുന്ന പുരോഹിതന്മാർ, ഇവരെയും നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, ഈ പുരോഹിതന്മാർ, പുരോഹിത മതം എന്ന ഒരു മതം തന്നെ ഉണ്ടല്ലോ. പ്രവാചകന്മാര് പഠിപ്പിച്ച മതം അത് വേറെ മതമാണ്. പുരോഹിതന്മാരായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മറ്റൊരു മതമുണ്ട്. ആ മതത്തിലാണ് ആഘോഷങ്ങളും ഈ പറയുന്ന പോലെയുള്ള എല്ലാ സംഗതികളും ഉള്ളത്. ഈ മഹാഭൂരിപക്ഷം വരുന്ന പുരോഹിതന്മാർ മനുഷ്യരുടെ പണം അന്യായമായി തിന്നുന്നവരാണ്, മനുഷ്യരെ പറ്റിക്കുന്നവരാണ്, വഞ്ചിക്കുന്നവരാണ്. ഈ ചതിയും വഞ്ചനയും തിരിച്ചറിയാനുള്ള ബുദ്ധി, വിവേകം സത്യവിശ്വാസികളായ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ പ്രവാചകരെ മനസ്സിലാക്കേണ്ടുന്ന വണ്ണം മനസ്സിലാക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞുപോയ സകല അമ്പിയാക്കളെയും പഠിക്കേണ്ട പോലെ പഠിക്കണം. അവർ പ്രചരിപ്പിച്ച ഈ ദീൻ, ഇത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. റസൂൽ പറഞ്ഞില്ലേ, ഇതാ
എന്റെ കാലം കഴിഞ്ഞു. ആ ഹജ്ജത്തുൽ വിദായിൽ റസൂൽ അവസാനമായി പറഞ്ഞ കാര്യം എന്താ? ഹാജർ ഉള്ളവർ ഹാജർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ ഈ സന്ദേശം. മനുഷ്യരെ വിമോചിപ്പിക്കൂ, മനുഷ്യർക്ക് സന്മാർഗം എത്തിച്ചു കൊടുക്കൂ, വെളിച്ചമായി ജീവിക്കൂ എന്ന് ഉപദേശിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിട്ട് പിരിഞ്ഞത്. അതുകൊണ്ട് ആ പ്രവാചകനെ നമ്മൾ ഈ അർത്ഥത്തിൽ സ്വീകരിക്കുക. സിറാജൻ മുനീറ, കത്തിജ്വലിക്കുന്ന ദീപമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെളിച്ചം കിട്ടുപോകാതെ ഈ ഇരുട്ടിന്റെ ഈ ലോകത്ത് ഒരു മെഴുകുതിരി വെട്ടമായി നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു കാന ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, ഉണർത്തുന്നു. 2 അറിയിപ്പുകൾ നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 4:30 ഞാൻ മനസ്സിലാക്കിയ പ്രവാചകൻ എന്ന വിഷയത്തിൽ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഡയറക്ടർ ബോർഡ് അംഗമാണ് അദ്ദേഹം. ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ്, കർണാടക. അദ്ദേഹത്തിൻ്റെ ഒരു പഠന ക്ലാസ് ഉണ്ടായിരിക്കും. അത് സംഘടിപ്പിക്കുന്നത് നമ്മുടെ യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് നമ്മുടെ മദ്രസ ഹാളിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 4:30 എല്ലാവരെയും, എല്ലാ വിശ്വാസികളെയും സഹോദരങ്ങളെയും അതിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഖുത്ബ കഴിഞ്ഞ് നമസ്കാരം കഴിയുമ്പോൾ വളരെ പ്രഗത്ഭനായ ഒരു അനീസ് കുട്ടി എന്ന ഒരു വ്യക്തിത്വം ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം മോട്ടിവേഷൻ സ്പീക്കറാണ്. അദ്ദേഹത്തിൻ്റെ നിങ്ങളോട് ഒത്തൊരു ചെറിയൊരു പ്രഭാഷണം ഈ നമസ്കാരം കഴിയുമ്പോൾ ഉണ്ടായിരിക്കും. അതിലും എല്ലാവരും ഒന്ന് സംബന്ധിക്കണമെന്ന് ഉണർത്തുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റള അൻ അർബഅത്തി ഖുലഫാഇർ റാഷിദീൻ വഅഫ്ളലു ഉമറാഇൽ മുർഷിദീൻ വഹുവൽ ഇമാമുൽ ഷഫീഖ് വഅമീറുൽ മുഅ്മിനീന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു وأمير المؤمنين عمر بن الخطاب رضي الله عنهم وأمير المؤمنين عثمان بن عفان رضي الله عنهم وأمير المؤمنين علي بن أبي طالب رضي الله عنهم وعن بقية أصحاب رسولك صلى الله عليه وسلم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ثبت أقدامنا على القوم الكافرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل النفاق والمنافقين وأذل الكفر والكافرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشوئ خلقنا بالنار ولا تجعلنا من خطب النار.
اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.